എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇൻ്റർലാക്കനിലാണ്. ഇൻ്റർലാക്കൻ വെസ്റ്റ്. ഇൻ്റർലാക്കൻ 2 സ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന് വെസ്റ്റും ഒന്ന് ഓസ്റ്റ് എന്നാണ് പറയുക. അത് ഈസ്റ്റാണ്. അപ്പോൾ ഇൻ്റർലാക്കനിൽ വന്നിരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇൻ്റർലാക്കനിൽ നിന്നാണ് നമുക്ക് യൂങ്ഫ്രോയിലേക്ക് പോകാൻ സാധിക്കുക. യൂങ്ഫ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നാണ് പറയുക. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ആൽപ്സ് പർവ്വതനിരകൾ നമുക്ക് അവിടെയായിട്ട് കാണാം. ഈ ആൽപ്സ് പർവ്വതനിരകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ പർവ്വതനിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്കാണ്, അതാണ് യൂങ്ഫ്രോ. യൂങ്ഫ്രോയിലേക്ക് കയറാനായിട്ടാണ് നമ്മൾ പോകുന്നത്. JU അങ്ങനെയാണ് അവരെഴുതുക. ജങ്ഫ്രോ എന്നാണ് ആക്ച്വലി എഴുതുക, പക്ഷേ വായിക്കുമ്പോൾ യൂങ്ഫ്രോ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരെ റിവറാണ് ഒഴുകുന്നത്. ഞങ്ങൾ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ സ്വിറ്റ്സർലൻഡിലെ 2ാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നദിയാണ് ആരെ റിവർ. ആരെ റിവറിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം, ആൽപ്സ് പർവ്വതനിരകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും യൂങ്ഫ്രോയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. യൂങ്ഫ്രോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സ്വിറ്റ്സർലൻഡിലെ കുറേ ഗ്രാമങ്ങൾ പിന്തുടരുന്നുണ്ട്. നല്ല പ്രത്യേകതയുള്ള വളരെയധികം യുണീക്കായിട്ടുള്ള ചില ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇത് വളരെ പഴയ ഒരു ബിൽഡിംഗ് ആണ്. ഹോട്ടൽ സെൻട്രൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ രീതികളും എല്ലാം വളരെ പഴയതാണ്. ഈ ഇൻ്റർലാക്കനിൽ സ്വതവേ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരുപാട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ താമസങ്ങൾക്ക് വേണ്ടി അധികം പണം ചിലവാക്കുന്നത് ഫീസബിൾ അല്ലാത്തതിനാൽ നമ്മൾ കുറേ കൂടെ എക്കണോമിക്കലായിട്ടുള്ള ഓപ്ഷൻസാണ് നോക്കുക. പക്ഷേ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ എല്ലാ ഹോട്ടലുകളും ഒരു മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്യാറുണ്ട്. വൃത്തിയുടെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് എന്ത് കാര്യങ്ങൾ വാങ്ങിയാലും എന്ത് സേവനമാണെങ്കിലും സാമഗ്രികളാണെങ്കിലും അതിന് പ്രത്യേകമായ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. കണ്ടില്ലേ, ഇതെല്ലാം ആൽപ്സിൻ്റെ പർവ്വതനിരകളാണ്. ആ ഭാഗത്താണ് സ്നോ കൂടുതലായിട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ. ആ ട്രെയിൻ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാം ഈ ഭാഗത്തായിട്ടാണ്. ഇത് ഇൻ്റർലാക്കൻ വെസ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്യൂറിക്കിൽ നിന്ന് ബേൺ, തൂണ് അതൊക്കെ പിന്നിട്ട് എത്തുമ്പോൾ, ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപിറ്റലാണ്. അതൊക്കെ പിന്നിട്ട് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് ഇൻ്റർലാക്കൻ വെസ്റ്റിലേക്കാണ്. അപ്പോൾ ഇൻ്റർലാക്കൻ ഈസ്റ്റിൽ യൂങ്ഫ്രോയോട് കുറേ കൂടെ അടുത്ത സ്ഥലമായതിനാൽ അവിടെ കൂടുതൽ എക്സ്പെൻസീവാണ്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. ഇവിടെയൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും അറബിക് റെസ്റ്റോറൻറ്റുകളും ഒക്കെ കാണാം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല സാൻഡ്വിച്ചുകളും അല്ലെങ്കിൽ സ്നാക്സുകളും ഒക്കെ നമുക്ക് കിട്ടും. ഇവിടേക്ക് ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട, ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഏറ്റവും പ്രോക്സിമിറ്റി ഉള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ കാഴ്ചകളിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇൻ്റർലാക്കൻ വെസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹോട്ടലിൽ നമ്മളിവിടെ താമസിക്കുമ്പോൾ അവർ കോംപ്ലിമെൻ്ററി ആയിട്ടൊരു പാസ് തരും. 2 ദിവസത്തേക്ക് ഇവിടെ താമസിക്കുന്നവർക്കായിട്ടൊരു പാസ് കൊടുക്കാറുണ്ട്. ആ പാസ് കൊണ്ട് നമുക്ക് 2 ദിവസത്തേക്ക് ഇവിടെ ഏത് ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിലും എടുക്കാം. ട്രെയിന്, ബസ്സൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻ്റർലാക്കൻ വെസ്റ്റ് സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ വരും. അതെടുത്താണ് നമ്മൾ ഈസ്റ്റിലേക്ക് പോവുക. ഇവിടെ സ്വിറ്റ്സർലൻഡിൽ എവിടെയും കാണുന്ന പോലെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഈ ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. കാരണം ആൽപ്സിൻ്റെ ഈ പ്രോക്സിമിറ്റി, ഇത്രയും അടുത്ത് മഞ്ഞിനാൽ മൂടപ്പെട്ട ഈ ഒരു പർവ്വതനിര കിടക്കുമ്പോൾ നാച്ചുറലി എന്തായിരിക്കും തണുപ്പെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഗഷ് ചെയ്യുന്ന കാറ്റ് നമ്മളെ ശരിക്കും മരവിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ എത്രയൊക്കെ വിൻ്റർ ക്ലോത്ത് ഉണ്ടെങ്കിലും പല ലെയേഴ്സാണ്. 3-4 ലെയേഴ്സും ഗ്ലൗസും ഒക്കെ ഇട്ടാലും മാർച്ച് അവസാനമായിട്ടും കൂടെ ഭയങ്കരമായ തണുപ്പാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ സിക്കായി പോകുന്ന തരത്തിലുള്ള തണുപ്പ്. അപ്പോൾ എങ്ങനെയെങ്കിലും ട്രെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കൊന്ന് കയറിയാൽ മതി എന്നുള്ളതാണ്. വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇൻ്റർലാക്കനിലേക്ക് സഞ്ചാരികൾ കൂട്ടമായി എത്തുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ്. കാരണം അതാണ് സമ്മർ, ഇവിടുത്തെ സമ്മർ. ആ സമയത്തേക്ക് കുറച്ചും കൂടെ ആശ്വാസമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇൻ്റർലാക്കൻ ഈസ്റ്റിലേക്ക് പോകാനായി ട്രെയിൻ വന്നു. അതിൽ കയറി നേരെ പോകുന്നത് ഇൻ്റർലാക്കൻ ഓസ്റ്റ് അഥവാ ഈസ്റ്റിലേക്കാണ്. മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെയുള്ളത്. കാണാമല്ലോ.
അവിടെ നോക്കുമ്പോഴേക്ക് ആ ഭാഗത്തായിട്ടാണ് ആൽപ്സ് മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. ഇവിടെ റിവർ ആരെ ഒഴുകുന്നത് കാണാം. അനൗൺസ്മെന്റ് വന്നു. ഇത് വളരെ അടുത്താണ്. വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റിലേക്ക് വരാനായിട്ട് ചുരുക്കം മിനിറ്റുകൾ മതി. നമ്മൾ ഈസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഈസ്റ്റിലെ കാഴ്ചകൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങും. സ്കേറ്റിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. വളരെ ചെറിയ സ്റ്റേഷനുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്നും ഇവരുടെ ടിക്കറ്റ് ഓഫീസിലേക്ക് പോയി യൂങ്ഫ്രോ, അതായത് ടോപ്പ് ഓഫ് യൂറോപ്പ്, ഈ യൂങ്ഫ്രോ കൊടുമുടിയുടെ മുകളിലേക്ക് പോകാനുള്ള ട്രെയിൻ, അവിടെ നിന്ന് മറ്റു പല സംവിധാനങ്ങളുമുണ്ട് ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ കയറിയാണ് നമ്മൾ ഈ യൂങ്ഫ്രോയുടെ ഈ കൊടുമുടിയുടെ കാഴ്ചകളിലേക്ക് പോകുന്നു. ഇവിടെ ഏതോ ഭാഗത്തായിരിക്കണം. ഇന്റർലാക്കൻ ഓസ്റ്റ് അവിടെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഓഫീസ് കണ്ടുപിടിച്ചു. നമുക്ക് യൂറയിൽ പാസ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഡിസ്കൗണ്ട് കിട്ടാം. ആ വിവരങ്ങളൊക്കെ നമുക്കിവിടെ ചോദിച്ച് മനസ്സിലാക്കാം. റൈറ്റ്, അപ്പോൾ ഇതാണ് റെയിൽ ട്രാവൽ ഓഫീസ്. അപ്പോൾ യൂങ്ഫ്രോയിലേക്കുള്ള ടോപ്പ് ഓഫ് യൂറോപ്പ് ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വഴി. ആക്ച്വലി അത് പോകുന്നത് നമുക്ക് ഗ്രിൻഡൽ വാൾഡ് വഴി പോകാം. തിരിച്ചു വരുമ്പോൾ മറ്റൊരു ഭാഗത്തൂടെ ലോട്ടർ ബ്രണ്ണൻ. ഈ രണ്ട് സ്ഥലങ്ങളും വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. രണ്ടും സ്വിസ് ഗ്രാമപ്രദേശങ്ങളാണ്. വളരെ യുണീക്കായിട്ടുള്ളതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഗ്രിൻഡൽ വാൾഡിലേക്ക് എത്തി അവിടുന്ന് ഒരു പ്രത്യേക സംവിധാനത്തിലാണ് നമ്മൾ പോവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ട്രെയിൻ, വേറൊരു വിധത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടിങ് ഓപ്ഷൻ നമ്മളെടുക്കും. അപ്പോൾ ഇതെല്ലാം പിന്നീട് ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസം മുഴുവൻ ഈ ട്രെയിനുകൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചെടുക്കാം. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിൻ ഇല്ല. അപ്പോൾ നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുകയാണ്. യൂറയിൽ പാസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് 25% ഡിസ്കൗണ്ട് കിട്ടി. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാച്ചുറലി നിങ്ങൾ സ്വിസ് പാസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ സ്വിസ് പാസ് എടുക്കുന്നവർക്കും ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഈ യൂങ്ഫ്രോ ടിക്കറ്റിന് വേണ്ടി അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ യൂങ്ഫ്രോ, അതായത് ടോപ്പ് ഓഫ് യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ 8:34 ഗ്രിൻഡൽ വാൾഡിലേക്ക് ഓൾറെഡി ബോർഡ് ഇട്ടിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിലെത്തും. ഇവിടെ ഇതിൻ്റെ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്, ഇന്റർലാക്കൻ. ഈ ചെറിയ പട്ടണത്തിൽ നിന്നും നമ്മൾ പോയി ഗ്രിൻഡൽ വാൾഡ് എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും നമ്മൾ മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തുന്നു. പിന്നെ അവിടെ നിന്നും ടോപ്പ് ഓഫ് യൂറോപ്പ് അഥവാ യൂങ്ഫ്രോ യോക്കിലേക്ക് എത്തുന്നു. ഇതാണ് യൂങ്ഫ്രോ മലനിരകൾ. തിരിച്ചു വരുമ്പോൾ നമ്മൾ മറ്റൊരു വഴിയാണ് എടുക്കുക. വെൻചൻ, ലോട്ടർ ബ്രണ്ണൻ, തിരിച്ച് ഇന്റർലാക്കൻ. ഇതൊക്കെ മനോഹരമായ സ്വിസ് വില്ലേജുകളാണ്. ഇവിടെയൊക്കെ കാഴ്ച മനോഹരമായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നല്ല മഴയാണ്. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഇന്റർലാക്കൻ ഈസ്റ്റിൽ നിന്നും ഗ്രിൻഡൽ വാൾഡിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പുറത്ത് നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ദിവസം മുഴുവൻ നമുക്ക് ഈ പാസ് കൊണ്ട്
ഈ പ്രദേശങ്ങളൊക്കെ സഞ്ചരിക്കാം എന്നുള്ളതുകൊണ്ട് രാവിലെ കുറച്ച് സമയത്തിന് ശേഷം മഴ മാറിക്കിട്ടിയാൽ നമുക്ക് യൂങ്ഫ്രോ യോക്കിലേക്ക് പോകാം എന്നുള്ളതാണ് കരുതുന്നത്. യൂങ്ഫ്രോ എന്ന് പറയുന്നത് പർവ്വതമാണെന്നുണ്ടെങ്കിൽ യൂങ്ഫ്രോ യോക്ക് എന്നാണ് ഈ കൊടുമുടിക്ക് പറയുന്ന പേര്. ഇനി അങ്ങോട്ട് പോകും തോറും സുന്ദരമായ സ്വിസ് വില്ലേജുകളുടെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ടിക്കറ്റ് ചെക്കർ വന്നു ടിക്കറ്റ് പരിശോധിക്കുന്നു. ഇവിടെ നമുക്കൊരു ചെറിയ പുഴ ഒഴുകുന്നതാണ്. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഗ്രിൻഡൽവാൾഡ് ടെർമിനൽ എത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ ഗ്രിൻഡൽവാൾഡ് ടെർമിനലാണ്. അവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വേണം യാത്ര തുടരാൻ. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ കാണാം. ഇനിയും നമുക്ക് ടൈഗർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഗോണ്ടോള ടൈപ്പ് യാത്രാ വാഹനമാണ് ഈ കൊടുമുടിയുടെ മുകളിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് ഗ്രിൻഡൽവാൾഡ് ടെർമിനലിൽ നിന്നാവും ലഭിക്കുക. ഇപ്പോൾ നമ്മൾ ഗ്രിൻഡൽവാൾഡിൽ എത്തിയിരിക്കുകയാണ്. അവിടെ അതിമനോഹരമായ ഈ ഗ്രിൻഡൽവാൾഡ് വില്ലേജിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ശക്തമായ രീതിയിൽ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. എന്തായാലും ട്രെയിൻ ഇപ്പോൾ ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ ഇറങ്ങി കാഴ്ചകളിലേക്ക് പോകാം. അനേകം റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെയൊക്കെ എപ്പോഴും നല്ല ചൂടുള്ള കോഫിയോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒക്കെ കുടിക്കാനുണ്ടെങ്കിൽ അത് വലിയൊരു സുഖമാണ്. കാരണം അത്രയ്ക്ക് നല്ല തണുപ്പാണ്, മരം കോച്ചുന്ന തണുപ്പ്. കണ്ടില്ലേ?